ആള് മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കണ്ടുപോലെയല്ല. ആ എയർ പിടുത്തമൊക്കെ പോയി. ജ്യൂസ് റെഡി. ആ ജ്യൂസ് എടുക്കാം. എടാ നീ ഇങ്ങനെ ബാക്കിലൊക്കെ വിളിച്ചോണ്ടോ? നമുക്ക് ഡൗട്ട് ഒന്നുമില്ലേ? ഞാൻ എങ്ങനെ സെറ്റ് ചെയ്തോണ്ട് വരാം. വീട് സെറ്റല്ലേ? വീടൊക്കെ സെറ്റാണ്. നീ എത്ര മണിക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. അവള് വരുന്നുണ്ട്, ഞാൻ വെക്കാം. ഓക്കെ. വർഷത്തിൽ ഒരു ദിവസം ഇടുന്ന സ്റ്റോറി അല്ലേ, അതിനൊക്കെ റിപ്ലൈ MLA കിട്ടുള്ളൂ. പ്രൈസ് എടുത്തില്ലേ? ഞാൻ എടുത്തിട്ടില്ല. നീ എന്താ പറഞ്ഞ? ചെക്കൻ ചെറിയ പച്ചപ്പാന്നൊക്കെ തോന്നുന്നു. അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ വരട്ടെ. ചിലപ്പോ ആ പച്ചപ്പിനടിയിൽ ചെമ്മണ്ണാണെങ്കിലും. നീ ഒന്ന് സൂക്ഷിച്ചോ. എടാ 3 മണിയാകുമ്പോ അമ്മ വരും. അതിനു മുമ്പ് നീ അവളെ കൊണ്ടുവന്ന് പരിപാടി എടുത്തിട്ട് പൊക്കണം. ഇല്ല കഴിപ്പോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് അവൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയല്ലോ. അത് വേണോ? പെട്ടെന്ന് പോയിട്ട് വരാം. പെട്ടെന്ന് വരാം. ഞാനേ ആ മെഡിക്കൽ സ്റ്റോറിൽ ഒന്ന് പോയിട്ട് വരാം. ഭയങ്കര തലവേദന. ടാബ്ലറ്റ് എടുത്തിട്ട് വരാം. വാ, എനിക്ക് സംസാരിക്കാനുണ്ട്. എന്ത്? നീ കാര്യം പറയ്. നീ കൈവിട്. കാര്യം എന്താന്ന് പറ. നിന്റെ പരിപാടി എന്താന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അതിപ്പോ വേണ്ട. നീ എന്താ പറയാൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നേ? കഥ പറയാനൊന്നുമല്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഭയങ്കര നോർമലായിരിക്കും, പക്ഷെ എനിക്കത് അങ്ങനെയല്ല. ഞാൻ അങ്ങനെ വളർന്ന ഒരാളും അല്ല. വാ പോവാ. പോവല്ലേ? എന്തായാലും നമ്പർ വന്നല്ലേ, നമുക്ക് അകത്തോട്ട് പോകാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. സർപ്രൈസ് ആയിരുന്നോ? സർപ്രൈസ് ആണെന്ന് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? സർപ്രൈസ് ആരെങ്കിലും പറഞ്ഞിട്ട് തരുമോ? അപ്പൊ നീ മെഡിക്കൽ ഷോപ്പിൽ പോയത് ശരിക്കും തലവേദനന്റെ ഗുളിക വാങ്ങിക്കാനല്ലേ? ഒരു കോണ്ടം.